ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയുടെ 4-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ഭരണാധികാരികൾ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും, പ്രത്യേകമായിട്ട് സഭാധികാരികളെല്ലാവരെയും, ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇന്ന് തിരുസഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഈ 4-ാം ദിവസം. ഒക്ടോബർ 4-ാം തീയതി ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥം കൂടി നമുക്ക് അപേക്ഷിക്കാം. കാരണം വിശുദ്ധ ഫ്രാൻസിസ് അസീസി പരിശുദ്ധ പിതാവിൽ നിന്ന് പ്രത്യേകമായിട്ട് തൻ്റെ ദൈവവചനം പ്രഘോഷിക്കാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ അന്ന് പിതാവ് ഈ മുഷിഞ്ഞ വസ്ത്രധാരിയും വളരെ ദരിദ്ര അവസ്ഥയിൽ ദൈവവചനം പ്രഘോഷിക്കാനൊരു സഭ സ്ഥാപിക്കുവാൻ അനുവാദം ചോദിച്ചു വന്നവനോട് പറയുന്നുണ്ട്, പോയി പന്നിക്കൂട്ടങ്ങളോട്, ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ പന്നിക്കൂട്ടങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാമെന്ന്. ആ പിതാവിൽ നിന്ന് കേട്ടത് അതേപോലെ അനുസരിച്ചുകൊണ്ട് പോയി റോമിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന പന്നികളെ വളർത്തുന്ന കൂടിൻ്റെ അരികിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ച ഫ്രാൻസിസിനെയാണ് പിന്നീട് രാത്രിയിലെ പിതാവ് സ്വപ്നത്തിൽ കാണുന്നതും സഭയിലെ വലിയ ശുശ്രൂഷകൾക്കായിട്ട് നിയോഗിച്ചതും. അനുസരണത്തിലൂടെ സഭയെ ഒരു കാലഘട്ടങ്ങളിൽ താങ്ങി നിർത്തിയ, ശക്തമായി നയിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും നമുക്ക് പ്രത്യേകം ഇന്നേ ദിവസം തോന്നാം. വിശുദ്ധനോടും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അനുസ്മരിക്കുകയും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ 4-ാം ദിവസം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥവും അപേക്ഷിച്ചുകൊണ്ടും, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മളെന്ന് ഓരോ നിമിഷവും ഏറ്റുപറഞ്ഞുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ജപമാല മാസത്തിൻ്റെ ചൈതന്യം ഒട്ടും നഷ്ടപ്പെടാതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൂതന്മാരേ സഹദാന്മാരേ കൈകൾ കൂപ്പി വാഴ്ത്താവായോ. ഓ മാതാവേ, സ്വർഗരാജ്ഞി, നിന്നോടൊപ്പം ആരാധിക്കോ. ഈശോ നാഥ സ്നേഹരൂപ മാതാവിനൊപ്പം വാഴ്ത്താം നാഥ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയോടും എല്ലാ ദൂതന്മാരോടും സഹദാന്മാരോടും സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമുക്കൊന്നു ചേർന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ തമ്പുരാന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധമ്മേ ദൈവമാതാവേ,
അമ്മയോടുള്ള ഈ പ്രാർത്ഥനയുടെ ഈ ശുശ്രൂഷയിൽ ജപമാല രാജ്ഞിയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ സഭാധികാരികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലുള്ളവരെ, മുതിർന്നവരെ എല്ലാം അനുസരിക്കുവാനുള്ള കൃപ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അദ്ദേഹത്തിൻ്റെ വ്രതങ്ങളിൽ ശക്തമായ ഒരു വ്രതമായിരുന്നു അനുസരണം എന്ന വ്രതം. പരിശുദ്ധമ്മേ, അമ്മയും വിധേയപ്പെട്ടാണ്, ദൈവത്തിന് വിധേയപ്പെട്ടാണ് അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചത്. ഞങ്ങളിലും ഞങ്ങളുടെ എല്ലാ സഭാമക്കളിലും അധികാരികളിലും വൈദികരിലും സമർപ്പിതരിലും ദൈവമക്കളിലും അനുസരണമെന്ന പുണ്യം വളരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ എന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് ഈ ഗിദെയോനെക്കുറിച്ചും ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറയുന്നത്. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് ഈ ഗിദെയോനുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന ഭാഗത്തുണ്ടായ കാര്യം. ഇസ്രായേൽ ജനം തിന്മ പ്രവർത്തിച്ചപ്പോൾ ഒരു അടിമത്തം 7 വർഷത്തേക്ക്. നമുക്കറിയാം, പല അടിമത്തങ്ങൾ ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. ബാബിലോണിലുള്ള 70 വർഷക്കാലം. അതുപോലെ ഒരു 7 വർഷത്തേക്ക് ഇവർ മിദ്യാൻകാരുടെ അടിമത്തത്തിലേക്ക് പെടുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നതാണ്, മിദ്യാൻകാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള പീഡനങ്ങൾ പറയാണ്, അവരുടെ വിളവുകളെല്ലാം നശിപ്പിച്ചിരുന്നു. ഇസ്രായേലി ജീവിത സന്ധാരണത്തിന് ആയി അവർക്ക് ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു തിന്മ അവരെ പിടികൂടിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും മനുഷ്യൻ പാപം ചെയ്തു കഴിയുമ്പോൾ ഒരു അടിമത്തം അറിയാതെ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് തകർച്ചകൾ നമ്മളിന്ന് കാണുന്നുണ്ട് കുടുംബജീവിതങ്ങളിലൊക്കെ. ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിലായിരിക്കുമ്പോഴും ഞാനിങ്ങനെ ചില ആളുകൾ വന്ന് പറയുന്നുണ്ട്, ഒന്നും എന്ത് ചെയ്തിട്ടും അത് മേൽഗതി പ്രാപിക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, എത്ര ജോലി ചെയ്താലും എത്ര ശമ്പളം കിട്ടിയാലും ഞങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്കൊരു രക്ഷയുണ്ടാകുന്നില്ല. രോഗങ്ങളൊരു വശത്ത്, സാമ്പത്തികമായ തകർച്ചകൾ ഒരു വശത്ത്, ബിസിനസ് പരാജയപ്പെടുന്നു, കൃഷി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ തമ്മിൽ വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, മറ്റു പല തിന്മകൾ എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സമാനമായ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജപമാല സഖ്യം തന്നെ ഈ ശാലോം ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട്. കിടപ്പ് രോഗികൾ ഒരുപാട് പേര് ഭവനങ്ങളിലുണ്ട്. ഒരുപാട് രോഗാവസ്ഥകളിൽ കഴിഞ്ഞുകൂടുന്നവർ ഈ വചനം കേൾക്കുന്നവരുണ്ട്. നമുക്ക് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സഹായം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. തമ്പുരാൻ്റെ അനുഗ്രഹം കൂടാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉന്നതത്തിൽ നിന്നൊരു സഹായം ലഭിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് കൂടുതലായിട്ട് ദൈവാശ്രയ ബോധം ഉണ്ടാകേണ്ടത്, ഒരുപാട് കർത്താവിൽ ശരണപ്പെടേണ്ടത്. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് പഴയ നിയമത്തിൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 6-ാം അധ്യായത്തിലുള്ളത്. കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുക്കിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. മിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ചില തിന്മകൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലിട്ട് വന്നിട്ടുണ്ട്. അത് ലൗകിക വ്യഗ്രതകളും ജീവിതത്തിൻ്റെ അഹന്തയും കണ്ണിൻ്റെ ദുരാശകളും ഒക്കെ മൂലമാണെങ്കിൽ
അല്ലെങ്കിൽ ജീവിത വ്യഗ്രതകൾ കൊണ്ടൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ശുശ്രൂഷകൾ വഴിയായിട്ട് നമ്മുടെ ലോകത്തിൽ കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ഉയർത്തിയ ഒരുപാട് ദൈവിക സന്ദേശങ്ങൾ, ശുശ്രൂഷകൾ വഴിയായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊരു ആത്മീയ ബലം പ്രാപിക്കണം. അത് സ്വർഗം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമ്മളിങ്ങനെ നശിച്ചു കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം കണ്ടെത്തി കൃത്യമായ ചികിത്സ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഈ ഒരു സമയത്താണ് അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിക്കുന്നു. കർത്താവ് ഇസ്രായേൽ ജനം മിദ്യാൻ നീക്കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയക്കുന്നു. അവിടുന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ഗിദെയോനെ കർത്താവ് വിളിക്കുന്നതാണ്. അതായത് ഓക്കുമരത്തിൻ്റെ കീഴിലിരുന്നിരുന്ന കർത്താവിൻ്റെ ദൂതൻ ഒഫ്രായിമിൽ വന്ന് അബിയസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിന് കീഴിലിരുന്നു. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി ഒരു മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയാണ്. കാരണം എന്താ, അവരെന്ത് ചെയ്താലും അവരത് വന്ന് ആക്രമിച്ച് കീഴടക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു കാലഘട്ടം. ഒന്നും അവർക്ക് സമ്പാദിച്ചു വയ്ക്കാനോ വളർത്താനോ നട്ടുപിടിപ്പിക്കാനോ അതിൽ നിന്ന് ഫലം സമ്പാദിക്കാനോ പറ്റാത്തൊരു കാലഘട്ടം. ഈ സമയത്താണ് കർത്താവിൻ്റെ ദൂതൻ ഈ നിലവിളി കേട്ട്, ദൈവജനത്തിൻ്റെ കണ്ണുനീരും നിലവിളിയും കേട്ടൊരു ദൂതനെ അയക്കുകയാണ്. പിന്നീട് സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഈ ദൂതൻ വരികയും ഗിദെയോനോട് സംസാരിക്കുകയും ഗിദെയോനെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നതാണ് 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ മറിയത്തിൻ്റെ മുമ്പിലും ദൈവദൂതൻ വന്നിട്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. നന്മ നിറഞ്ഞവളെ സ്വസ്തി, ദൈവകർമ്മം നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഗിദെയോൻ്റെ വിശേഷണം ഇതാണ്. അവൻ ധീരനും ശക്തനുമാണ്. അവനോടും പറയാണ് കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ അമ്മയോടും ദൈവദൂതൻ പറയുന്നതാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പം നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗിദെയോൻ എന്ന് പറയുന്ന ഒരാൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ട് മാറുകയാണ്. അവൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ ദൂതൻ അവനെ സഹായത്തിനായിട്ട് വരുന്നുണ്ട്. അതാണ് പിന്നീട് നമ്മൾ ഈ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നത്. ഗിദെയോനെ ദൈവം ശക്തിപ്പെടുത്തുന്നു, സഹായത്തിനായിട്ട് ദൂതനെ അയക്കുന്നു. ഈ ദൂതൻ വഴി മിദ്യാൻകാരെ കർത്താവ് തോൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ 300 പേരെയും കൊണ്ട് ഇസ്രായേൽക്കാരെ ബാക്കിയുള്ളവരെ മുഴുവൻ അടിച്ചമർത്താൻ, യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ 300 പേരെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇന്നുള്ള ചില ആയുധങ്ങൾ വിശുദ്ധ പിതാക്കന്മാർ, പരിശുദ്ധ പിതാവ് പറയുന്നത്, ലയോ 13-ാം വറപ്പ പറയുന്നത്, ഞാൻ ഈ ലോകത്തെ ജയിക്കാൻ പോകുന്ന യുദ്ധത്തിൽ എൻ്റെ കയ്യിലുള്ള ആയുധം തോക്കോ വാളോ മറ്റ് യുദ്ധ ഉപകരണങ്ങളൊന്നുമല്ല. ജപമാലയല്ലാതെ മറ്റൊരു ആയുധവും ഞാൻ എടുക്കുന്നില്ല. നമുക്കിൽ ഈ ജപമാല രാജ്യങ്ങളുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ജപമാല മാസത്തിലൂടെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ചില ശത്രുവിനെ തോൽപ്പിക്കാൻ നമുക്കിന്ന് ചില ദൂതൻ്റെ സഹായം ആവശ്യമുണ്ട്. കർത്താവ് ഒരുക്കി തരുന്ന ചില ആയുധങ്ങൾ നമ്മൾ കയ്യിൽ ഏന്തേണ്ടതായിട്ടുണ്ട്. കർത്താവ് ഒരുക്കി തരുന്ന ആയുധങ്ങൾ സ്വീകരിക്കണം. ഈ മിദ്യാൻ എന്ന് പറയുന്ന, ആ മിദ്യാൻകാരെന്ന് പറയുന്ന ശത്രു രാജ്യത്തെ തോൽപ്പിക്കാൻ കർത്താവ് ഗിദെയോനെ പ്രത്യേകമായിട്ട് സഹായിക്കുന്നു. അവൻ്റെ പക്കൽ ദൂതൻ വന്നിട്ട് പറയാണ്, ധീരനും ശക്തനുമായവനാണ് നീ, അതുകൊണ്ട് കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ, ചില കുടുംബനാഥന്മാർ കുടുംബത്തെ സംബന്ധിച്ച് ധീരതയോടെ, വളരെ ശക്തിയോടെ തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചകളെ നേരിടാനായിട്ട് തയ്യാറാകണം. ചില വീട്ടമ്മമാർ അവർ ജപമാല കരങ്ങളിൽ എന്തിയും പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുമൊക്കെ കുടുംബത്തിൻ്റെ വലിയ തകർച്ചകളെ നേരിടാനായിട്ട് തയ്യാറാകണം. ഞാൻ ചില സാക്ഷ്യങ്ങളൊക്കെ ധ്യാനകേന്ദ്രങ്ങളിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്താണ്, തൻ്റെ മക്കൾ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ ജാഗരണമിരിക്കുന്ന മാതാപിതാക്കൾ, ദൂരസ്ഥലങ്ങളിൽ പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന മക്കൾ പാപാവസ്ഥകളിലേക്കോ വലിയ തകർച്ചകളിലേക്കോ തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടി രാത്രിയുടെ ജാഗരണം ഇരുന്ന് വളരെ ശക്തരും ധീരനുമായി തീരുന്ന മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിലും വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞവരാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ ഞാനൊരു പ്രവാചകനെ ഉയർത്തുന്നു. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ വേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന വൈദികരും സമർപ്പിതരും ദൈവ ശുശ്രൂഷകരുമൊക്കെയാണ്. ഒരു അടിമത്തത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് ഒരു ജനത്തെ, ഒരു കുടുംബത്തെ, ഒരു സഭയെ രക്ഷിക്കാൻ വേണ്ടി.
ദൈവം എല്ലാ കാലങ്ങളിലും ഇങ്ങനെ വിശുദ്ധരെ അതിന് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ 12-13 നൂറ്റാണ്ടുകളിലെ സഭയെ താങ്ങി നിർത്താൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത ധീരനും ശക്തനുമായ വലിയ ദാരിദ്ര്യത്തെ തൻ്റെ പ്രിയപ്പെട്ട മണവാട്ടി എന്ന് പറഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് അനുസരണത്തിലും ദാരിദ്ര്യത്തിലും ബ്രഹ്മചര്യത്തിലും വളരെ ശക്തമായ താപസ ജീവിതം നയിച്ച ഒരു പുണ്യവാനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധൻ. ആ വിശുദ്ധനോടും പറയാണ്, കർത്താവ് നിന്റെ കൂടെയുണ്ട്, ഈ സഭയെ നവീകരിക്കാൻ നിന്നെ ഞാൻ ഉപകരണമാക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇരുണ്ട യുഗം, സഭയുടെ ഇരുണ്ട യുഗം എന്നൊക്കെ പറയുന്ന സമയത്ത് സഭയെ വിശുദ്ധീകരിക്കാൻ, രക്ഷിക്കാനായിട്ട് ഒരാളെ ദൈവം ഉയർത്തുന്നു. അവൻ്റെ കൂടെ ദൂതൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് കൂടെയുള്ള ഉറപ്പുള്ള ഒരു അഭയശിലയാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് അമ്മയോട് ചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ ദൂതൻ ഈ ഗിദെയോനോട് പറയുന്ന ഒരു വചനമുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. നിന്റെ സർവശക്തിയോടും കൂടി ഇസ്രായേലരെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക, ഞാനാണ് നിന്നെ അയക്കുന്നത്. ഗിദെയോൻ അപ്പോൾ തൻ്റെ കുറവുകൾ ഏറ്റു പറഞ്ഞു. അയ്യോ കർത്താവേ, ഇങ്ങനെ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗോത്രമാണ്, ദുർബലമായൊരു ഗോത്രമാണ്. അവിടെ വലിയ അധികം ആളുകളില്ല ആ ഗോത്രത്തിൽ. എന്നിട്ടോ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനുമാണ് ഞാൻ, ഏറ്റവും ബലഹീനനാണ് ഞാൻ. എന്നിട്ട് പറയാണ്, കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഒറ്റയാളെന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും. അവൻ പറഞ്ഞു, അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നെ സംരക്ഷിക്കുന്നൊരു അടയാളം തരണം. പരിശുദ്ധ അമ്മയും ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇത് വിശ്വസിക്കും? ഞാൻ എങ്ങനെയാണ് ഒരു അടയാളം എനിക്ക് തരണം? അതാണ് പറയുന്നത്, നിൻ്റെ ഇളയമയായ, നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അവളും ഇന്ന് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് കരുതിയിരുന്ന അവൾ ഇന്ന് ഗർഭിണിയാണ്. അപ്പോൾ ദൈവം അടയാളം കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ ശക്തിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ സംഭവിച്ചതാണ്, പഴയ നിയമത്തിലെ എന്ന് പറഞ്ഞില്ല, പഴയ നിയമത്തിൽ സംഭവിച്ചതിൻ്റെ പൂർത്തീകരണങ്ങൾ, പല അനുഭവങ്ങൾ, പല കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ ഒരു ജനത്തെ, ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെയും ഇങ്ങനെ കൊണ്ടു നടന്ന് ദൈവം പരിപാലിക്കുന്നത്, ചില വ്യക്തികളെ ദൈവം ആ സമയത്ത് ഉയർത്തുകയാണ്. ഇന്ന് സഭയിൽ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് എന്താണ്, സഭയെ വിശുദ്ധീകരിക്കാൻ, ദൈവമക്കളെ രക്ഷിക്കാൻ ദൈവത്തിനൊരാളെ ആവശ്യമായിരുന്നു. അത് ദൈവം മനുഷ്യനായി അവതരിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ അഗസ്തിനോസ്, ബൊണവെഞ്ചറൊക്കെ പറയുന്നത് പോലെ പരിശുദ്ധ മറിയത്തെ ഏറ്റവും ആവശ്യമായിരുന്നു. കാരണം എന്താണ്, ഒരു നായക ശില്പത്തെ മെനഞ്ഞെടുക്കാനായിട്ട് ദൈവം മനുഷ്യനായി തീർന്നു. അതിനെ മാസ്റ്റർ പീസായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി അവൻ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവനെ മെനഞ്ഞെടുക്കാൻ, അവനെ രൂപപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ മൂശയാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ അഗസ്തിനോസ് വിളിക്കുന്ന ദൈവത്തിൻ്റെ മൂശ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരാളെ ഉപകരണമാക്കിയ പരിശുദ്ധ അമ്മയെ ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ, മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഗിദെയോനെ ശക്തിപ്പെടുത്തുന്നു. എന്നോട് പറയാണ്, നീ ധീരനും ശക്തനുമായിരിക്കുക മനുഷ്യപുത്ര, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ ഇത് ഈ കാലഘട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയ പോലെയല്ല. നീ ആത്മീയ ജീവിതത്തിൽ ശക്തനും ധീരനുമായിരുന്നാൽ, നിന്റെ കയ്യിൽ പ്രാർത്ഥനയുടെ ആയുധമുണ്ടെങ്കിൽ, ചില അടയാളങ്ങൾ സഹിതം കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഗിദെയോനോട് പറയുന്നുണ്ട്, നിനക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരു അടയാളം തരും. അവൻ കാണിക്കുകയാണ്. അത് പരിശുദ്ധ കുർബാനയുടെ തന്നെ പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. അവനോട് പറയുന്നുണ്ട്, നീ തിരുമുമ്പിൽ കൊണ്ടുവരിക. എന്താണ്, ഇവിടുന്ന് എൻ്റെ കയ്യിലൊരു തിരുമുൽ കാഴ്ച കൊണ്ടുവരുന്നു. അവിടുന്ന് പറഞ്ഞ്, നീ തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരിക്കും. ഗിദെയോൻ വീട്ടിൽ പോയി ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരു എഫാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ച വെച്ചു. ദൈവദൂതൻ പറഞ്ഞു, ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറ് അതിന്മേൽ കർത്താവ് ഒഴിക്കുക. അവൻ അങ്ങനെ ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു.
ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗദയോന് അപ്പോൾ മനസ്സിലായി. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടി ആ സ്ഥലത്തിന് ദൈവം ഒരു ബലിപീഠം പണിതിട്ട് അതിന് പറയുന്ന പേരാണ് യാഹുവേ ഷാലോം. യഹുവേ ഷലോം, അതെന്ന് പേരാണ്. ദൈവത്തിൻ്റെ കർത്താവ് സമാധാനം എന്ന് പറഞ്ഞ് ആ കണ്ടുമുട്ടിയ ബലിപീഠം നിർമ്മിച്ച സ്ഥലത്തിന് പറയുന്ന പേരാണ് യഹുവേ ഷാലോം. അപ്പോൾ എന്താണ്? ബലിപീഠം ഒരുക്കുന്ന ഒരു ഗദയോൻ, ബലിപീഠത്തിൽ ബലിവസ്തുക്കൾ ഒരുക്കുന്ന ഒരുവൻ. അപ്പം ഇതെല്ലാം പ്രിയപ്പെട്ടവർ, ഇന്നും പഴയ നിയമത്തിൽ ഇതിങ്ങനെ ബലിപീഠം ഒരുക്കി ബലിവസ്തുക്കൾ ഒരുക്കി അത് ദഹിപ്പിക്കുമ്പോൾ അവൻ വിശ്വസിക്കുകയാണ് ദൈവദൂതനാണ് എൻ്റെ പക്കൽ വന്നതിനിടെ ഇടപെട്ടത്, എന്നെ ഇനി ശക്തിപ്പെടുന്നത്. അവിടെ കർത്താവിൻ്റെ സമാധാനം അവൻ കണ്ടെത്തുകയാണ്. പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ്. ദൈവദൂതൻ വന്ന് ഈ അസ്വസ്ഥതകളെല്ലാം മാറിക്കഴിയുമ്പോൾ അമ്മ പറയാണ്, കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. പിന്നീട് സമാധാനത്തിൻ്റെ ദൂതുമായി പരിശുദ്ധാത്മാവുമായി അമ്മ പോവുക. ചെല്ലുന്ന കുടുംബങ്ങളിലെല്ലാം അമ്മ സമാധാനം കൊടുക്കുക. വലിയ ആശ്വാസവും വലിയ സംരക്ഷണവും വലിയ സഹായവും അമ്മ വഴി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വർഗത്തിൻ്റെ ദൂതന്മാരെ സ്വർഗം അയക്കുന്നുണ്ട് ഓരോ സമയത്തും. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് ദൈവം ആവശ്യപ്പെടുന്ന ബലിയർപ്പണങ്ങൾ, ദൈവം ആവശ്യപ്പെടുന്ന ധീരതയും ശക്തിയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനാണ് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉയരണം. അനുസരണം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന പോലെ അനുസരണത്തിൻ്റെ പുണ്യം, ദാരിദ്ര്യത്തിൻ്റെ അരൂപി, ബ്രഹ്മചര്യത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ ശക്തി സ്വീകരിക്കുമ്പോൾ പറയുന്ന വചനമുണ്ട്, കർത്താവ് നിന്നോട് കൂടെ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയാ. പ്രാർത്ഥനയോടെ പറയാം ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹത്തെ ഏത് അടിമത്തങ്ങളിൽ നിന്നും കർത്താവ് രക്ഷിക്കും. പ്രിയപ്പെട്ടവർ, അതാണ് സ്വർഗം നമുക്ക് നൽകുന്ന ദൈവവചനങ്ങളിലൂടെ പല ഉദാഹരണങ്ങളിലൂടെ നൽകുന്നത്. ഈ ജപമാല പ്രാർത്ഥനയും വണക്കവാസ പ്രാർത്ഥനകളും നൊവേനകളും ആരാധനകളും നമ്മൾ ഗദയോൻ ഒരുക്കുന്ന പോലെ ചില ബലിപീഠത്തിൽ ചില ബലിവസ്തുക്കളൊക്കെ ഒരുക്കുമ്പോൾ ദൈവം അതിൽ സംപ്രീതനാകുന്നു. ദൈവദൂതൻ്റെ അടയാളം കാണിച്ചു കൊടുക്കുക. പരിശുദ്ധ അമ്മയും പറഞ്ഞില്ലേ, ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഇവിടെ നമ്മൾ തമ്പുരാനോട് ഇങ്ങനെ നീതിപൂർവമായ ഒരു നിലവിളി, ഇസ്രായേൽക്കാരുടെ നിലവിളി കർത്താവിൻ്റെ പക്കലെത്തുക. കാരണം എല്ലാ രീതിയിലും അവർ ഞെരുക്കുക. നമ്മൾ നമ്മുടെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഒരുപാട് തകർച്ചകൾ നേരിടുന്നവരുണ്ട്. ഈ നാളുകളിൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ലോകത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിടുന്നവർ, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവർ, അപമാനം ഏറ്റെടുക്കുന്നവർ, രോഗികളായി കിടക്കുകളിലായിരിക്കുന്നവർ, ഭവനങ്ങളിൽ രോഗാവസ്ഥകളിലായിരിക്കുന്നവർ, അവരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വലിയൊരു നിലവിളിയും നിരന്തരമായ പ്രാർത്ഥനയും മടുപ്പ് കൂടാതെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാലയെന്ന് നമുക്കറിയാം. ശക്തമായ സാത്താൻ്റെ ശക്തികൾക്കെതിരെയുള്ളൊരു ആയുധം. നമുക്കതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നേടണം. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ പറയുക, കർത്താവ് നമുക്കായി ഒരു ദൂതനെ അയക്കും. ദൈവിക സന്ദേശങ്ങൾ പകരാനായിട്ട്, നമ്മളെ ബലപ്പെടുത്താനായിട്ട് ഈ ദൂതൻ നമ്മുടെ പക്കൽ വരും. ചില കാര്യങ്ങൾ, അടയാള സഹിതങ്ങൾ നമ്മൾ ചോദിച്ചുകൊള്ളുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ചെയ്യേണ്ടത് നീ എല്ലാം മറന്ന് ബലി അർപ്പിക്കുക. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ഒരുക്കുക. ഈ ദൂതൻ ശക്തിപ്പെടുത്താനായിട്ട് നിങ്ങളുടെ കൂടെയുണ്ടാകും. നമുക്ക് സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ ആപ്പത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കും ഗദയോൻ ഒരുക്കിയ ബലിപീഠം ഒരുക്കിയതുപോലെ, ബലിവസ്തുക്കളെ ക്രമീകരിച്ചതുപോലെ നമുക്ക് നമ്മെ തന്നെ ഈ ബലിപീഠത്തെങ്കിലേക്ക് കാഴ്ചവെക്കാം. നമുക്കുള്ളതെല്ലാം തമ്പുരാനുടെ പക്കൽ പങ്കുവയ്ക്കാം. കരങ്ങൾ കൂപ്പി ഈശോ എഴുന്നള്ളി വരുന്ന ഈ നിമിഷം ആരാധനയോടെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ദൈവദൂതൻ നിന്നോട് കൽപ്പിച്ചതുപോലെ, ഗദയോനെ ശക്തിപ്പെടുത്തിയതുപോലെ ഈ സ്വരം കേൾക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ഞങ്ങളെ കൈവിടുകയില്ല. എല്ലാ ശക്തിയും നൽകിക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തും. ആ വലിയൊരു വിശ്വാസവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈ 4-ാം ദിവസം അമ്മയുടെ സന്നിധിയിൽ ഒരു സൽക്രിയയായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു വിധേയത്വത്തിൻ്റെ ഒരു അരൂപി ഉണ്ടാകുവാൻ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ, ഇന്ന് സാധിക്കുന്ന വിധത്തിലെല്ലാം ഞാൻ മറ്റുള്ളവരെ അനുസരിക്കും. എൻ്റെ അധികാരികളെ, എൻ്റെ ഭരണാധികാരികളെ,
കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ ഒരു ദിവസം ഞാൻ കാഴ്ചവെക്കും. അങ്ങനെ എളിമപ്പെട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ മാർപ്പാപ്പയെ ഏത് ജോലി പറഞ്ഞതോ എന്താവശ്യപ്പെട്ടതോ അതുപോലെ അനുസരിച്ചതോ എനിക്കും ഇന്ന് അനുസരിക്കാൻ, നമ്മുടെ ഈ അനുസരണത്തിൻ്റെ കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. അതൊരു സൽക്രിയയായിട്ട് നമുക്കിന്ന് കാഴ്ചവെക്കാം. ഒപ്പം ആ ഒരു നിയോഗത്തിൽ നമുക്ക് ഇന്നത്തെ ബലി സമർപ്പിക്കാം. സുഹൃത ജപമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പല സമയങ്ങളിൽ യാത്രയിലും ഭവനത്തിലും ജോലി സമയത്തും ആയിരിക്കുമ്പോഴെല്ലാം സുഹൃദൈവം നമുക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജപമാല രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. എന്നാശ്രയമേ എന്നാലംബമേ ആവേ മരിയ ആവേ മരിയ. നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ സ്നേഹിച്ച് അവിടുത്തേക്ക് നൽകുന്ന ആരാധനയേക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസി യുടെ ഈ തിരുനാൾ ദിവസം ജപമാല രാജ്ഞിയോട് ചേർന്ന് ലോകത്തിൻ്റെ മുമ്പിൽ താൻ ഏറ്റവും നിസ്സാരനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പുണ്യവാനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ആ പുണ്യവാന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ദാരിദ്ര്യത്തെ തൻ്റെ മണവാട്ടി എന്ന് വിളിച്ചവൻ, ബ്രഹ്മചര്യം ജീവിക്കുവാൻ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത ആ പുണ്യവാൻ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ള വചനം സ്വീകരിച്ച പുണ്യവാന്റെ ഈ പുണ്യദിനത്തിൽ ആ വിശുദ്ധനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ നമുക്ക് ഈശോയെ ആരാധിച്ച് എൻ്റെ ജീവനേക്കാൾ എൻ്റെ സർവസ്വത്തിനേക്കാൾ ഈശോയെ നീയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനം ആരാധിക്കുവാനായിട്ട് ഇപ്പോൾ ഒരുമിച്ച് കൂടട്ടെ. ഈ ആരാധനയുടെ സമയത്ത് കുടുംബങ്ങളിൽ വിവിധ ജോലികളിലായിരിക്കുന്നവർ, ഒരുപക്ഷെ മറ്റു പല വ്യഗ്രതകളിൽ ഇപ്പോൾ ആയിരിക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ പോലും ഈ സമയം ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വ്യഗ്രതകൾ മാറ്റി ഈശോയെ ആരാധിക്കാൻ അവിടുന്ന് ഒരുക്കട്ടെ. മറിയം തെരഞ്ഞെടുത്ത നല്ല ഭാഗം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ തിരഞ്ഞെടുക്കട്ടെ. മർത്തയെപ്പോലെ പലവിധ കാര്യങ്ങളിൽ നിന്ന് മാറി നമുക്ക് ഈ സമയത്ത് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. വലിയ അഭിഷേകമാണ് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നൽകാൻ പോകുന്നത്. കാരണം അത് അനുസരണത്തിൻ്റെ ആത്മാവ് ഇന്ന് അനേകരിലേക്ക് പ്രവർത്തിക്കുന്ന ദിവസം, വിധേയത്വത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസം. ഗിദെയോൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ കൽപ്പനകൾ, ഇസ്രായേലിൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ മതി, നീ മിഥിയാൻകാരെ ഒറ്റയാളെന്ന പോലെ നിനക്ക് ഞാൻ കീഴടക്കി തരും. അനുസരിക്കാൻ, വിധേയപ്പെടാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, എല്ലാ ഭയപ്പാടുകളെയും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും കർത്താവ് ഇന്ന് നിസ്സാരമാക്കി തരും എന്ന വിശ്വാസത്തോടെ നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ എല്ലാ സർവസ്വത്തിനേക്കാളും ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഒരുമിച്ച് പാടാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ
അങ്ങെപ്പോലെ യേശുവേ ജീവനേ ഈശോയെ നോക്കി സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ അങ്ങേ മാറി ചാരുന്നു ഞാൻ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഭയം കൂടാതെ വിശ്വാസത്തോടെ ആരാധിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ആരാധന കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ആരാധന ആരാധന ഈശോയെ ആരാധിച്ചുകൊണ്ട് എല്ലാ മക്കളും ആരാധന 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 ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ശാന്തമായി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഈ സമയത്ത് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. ഈശോയെ നോക്കിക്കൊണ്ട് ഭയം കൂടാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപ ഈ സമയം നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് നൽകിയ സന്ദേശം ഇതല്ലേ? നിന്റെ സർവശക്തിയോടും കൂടെ പോയി നീ ഇസ്രായേൽക്കാരെ ഈ മിഥിയാൻകാരുടെ തിന്മയുടെ നിങ്ങളെ നശിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കുക. നിന്റെ ഭയവും നിന്റെ ധൈര്യമില്ലായ്മയും നിന്റെ ശക്തി കുറവാണെന്നുള്ള നിന്റെ ചിന്തയുമൊക്കെ ഞാൻ മാറ്റിത്തരും. നീ ദൈവവചനത്തോട് ദൈവത്തിൻ്റെ കൽപ്പനകളോട് നീ വിധേയത്വം പ്രഖ്യാപിക്കുക. പരിശുദ്ധ അമ്മ അത് തന്നെയല്ലേ ദൈവദൂതനോട് പറഞ്ഞത്? നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, ഞാൻ ഇതാ ദൈവത്തിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതാ ആ ഇഷ്ടം നിറവേറ്റാൻ ഞാനിതാ സമ്മതം തരുന്നു. ഈ സമർപ്പണമാണ്, ഈ ഒരു അനുസരണമാണ്, വിധേയത്വമാണ് അനേകരെ കർത്താവിന് പ്രിയപ്പെട്ടവരാക്കി തീർത്തത്. അനേകം കുടുംബങ്ങൾ ഇങ്ങനെ ആ കുടുംബത്തെ മുഴുവൻ സമർപ്പിച്ച് വിധേയത്വം പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.
ഞാനും എൻ്റെ കുടുംബവും കർത്താവിനോടും അവൻ്റെ കൽപ്പനകളോടും വിശ്വസ്തരായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ഹല്ലേലൂയ. പറയുകയാണ് കർത്താവ്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒറ്റയാളെന്ന പോലെ മിഥിയാൻകാരെ നീ നിഗ്രഹിക്കും. കർത്താവിൻ്റെ കൽപ്പനകൾ, നിയമം എന്താണെന്ന് നിനക്കറിയത്തില്ലേ? നീ നിയമം കൃത്യമായി പാലിച്ചാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കും. ഈ ആരാധനയുടെ ഒരു തടസ്സമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭയം. നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ഭയമുണ്ട്. എനിക്കിതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ? ഈ പ്രതിസന്ധികളേക്ക് എനിക്ക് അതിജീവിക്കാൻ പറ്റുമോ? കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയം കൂടാതെ നീ എന്നെ ആരാധിക്കുക. പ്രത്യേകിച്ചും ആന്തരിക പ്രാർത്ഥനയിലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളിരിക്കുമ്പോൾ പലപ്പോഴും തോന്നുന്നൊരു ഭയം, പൈശാചിക ശക്തികൾ ആക്രമിക്കുമോ? എനിക്ക് വേണ്ടത്ര വിശുദ്ധിയില്ലാതെ ഞാൻ എങ്ങനെ ഈ കാര്യം ചെയ്യും? എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായി ഒരു ശുശ്രൂഷ ഞാൻ നിർവഹിക്കും? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ഒരു അപ്പൻ എന്ന ഉത്തരവാദിത്വം, ഒരു അമ്മ എന്ന വലിയ ദൗത്യം, ഒരു വൈദികൻ, ഒരു സമർപ്പിത എന്നുള്ളത്, കർത്താവിൻ്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകൻ, ശുശ്രൂഷക എന്ന രീതിയിലുള്ള ഈ ഉത്തരവാദിത്തങ്ങൾ ഞാൻ എങ്ങനെ നിറവേറ്റും? അതിനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. ഒരു ആന്തരിക ഭയം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ശത്രുവിനെ തോൽപ്പിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്നുള്ള ചിന്ത. അതാ ഗിദെയോൻ പറയുന്നു. നമ്മൾ സുവിശേഷത്തിൽ നമ്മൾ വചന ശുശ്രൂഷയുടെ സമയത്ത് കേട്ടതാ. അയ്യോ കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശവും ഏറ്റവും ദുർബലമല്ലേ? എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനാണ് ഞാൻ. കർത്താവ് പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ വഴി പറഞ്ഞ അതേ വചനങ്ങളാണ് പറഞ്ഞത്. ഞാൻ നിന്നോട് കൂടെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ഭയമാണ് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് മാറ്റിയെടുക്കേണ്ടത്. ഈ ആരാധിക്കുമ്പോൾ വലിയൊരു വിടുതൽ നമുക്കുണ്ടാകണം. അത് ദൈവത്തെ ആരാധിക്കാനുള്ള തടസ്സങ്ങൾ മാത്രമല്ല മാറേണ്ടത്, സകല പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാനുള്ളൊരു അജയ്യമായ ശക്തി സ്വീകരിക്കണം നമുക്ക്. ഈ ദിവ്യകാരുണ്യ ആരാധന ഒരു അപകടകരമായ സംഗതിയാണെന്ന് അനേകം വിശുദ്ധർ പറയുന്നുണ്ട്. കാരണം അത് മന്ദോഷ്ണയിലുള്ള നിരാശയിലിരിക്കുന്ന ഒരു ആത്മാവിനെ അത് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് അപകടകരമായ ഒരു സംഗതിയാണ്, ഒരു പ്രാർത്ഥനയാണ് എന്ന് പറയുന്ന ഇതാണ്. മന്ദോഷ്ണതയിലിരിക്കുന്നവനെ അത് ഭയപ്പെടുത്തുന്നു, അവനെ ആരാധിക്കാൻ പറ്റില്ല. ഈശോയിലേക്കും നോക്കാൻ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ഭയം നമുക്ക് വിട്ടുമാറണം. ഞാൻ നിസ്സാരനാണ്, എൻ്റെ ഗോത്രം ചെറുതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതുപോലെയൊന്നും വന്ന പാരമ്പര്യമൊന്നുമില്ല, പ്രാർത്ഥനയുടെ തലങ്ങളിലൊന്നും ഉയർന്നിട്ടില്ല, ഞങ്ങൾ എങ്ങനെ ഈ പ്രതിസന്ധി അതിജീവിക്കും? വേണ്ട വിധം ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ആരാധനയിൽ ഞാനൊരു ദരിദ്രമാണ്, വളരെ നഗ്നതയുണ്ട്, എനിക്ക് തമ്പുരാൻ്റെ മുമ്പിൽ ചെല്ലാൻ യോഗ്യതയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് സമർപ്പിക്കുമ്പോൾ നീ നിന്നെ തന്നെ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന നിയമങ്ങൾ പാലിക്കാൻ നീ തീരുമാനിക്കുമ്പോൾ കർത്താവ് ഈ ആത്മാവിൽ നേരിട്ട് പ്രവർത്തിക്കുകയാണ്. ഈശോയ്ക്കൊന്ന് വിട്ടുകൊടുക്കാം. തമ്പുരാനിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൊടുത്തുകൊണ്ട് ഈ സമയം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. വലിയ കൃപകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്നവരിലേക്ക് കർത്താവ് നൽകുന്ന സമയമാണിത്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. പാടെ പ്രാർത്ഥിക്കാം.
അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആവർത്തിച്ചു പാടാം ആ വരികള്. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആവർത്തിക്കാം. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരാധന. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ആരാധന, ആരാധന, ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ആരാധന. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവര്, ഒറ്റയ്ക്ക് ആരാധനയിൽ പങ്കെടുക്കുന്നവര്, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, കരങ്ങൾ ഉയർത്തി പിടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈശോയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരാധിച്ചുകൊണ്ട് വലിയ ശക്തി നിറയുവാൻ ഈ സമയത്ത്, ആരാധനയുടെ സമയത്ത് ഒരു ധൈര്യം നിറയട്ടെ. ഗിദെയോനിലേക്ക് നിറഞ്ഞ ശക്തി പരിശുദ്ധ അമ്മയിലേക്ക് നിറഞ്ഞ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം ഈ സമയത്ത്, ഈ ആരാധനയുടെ സമയങ്ങളിൽ ദൈവമക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നിരിക്കുന്നവർക്ക് വലിയൊരു ധൈര്യം കർത്താവ് നൽകട്ടെ. ധീരനും ശക്തനുമായിരിക്കുക, ധീരതയോടെ പ്രവർത്തിക്കുക. നീ ആരാധിക്കുമ്പോൾ കർത്താവിനൊരു ഇടം കൊടുക്കുകയാ, ആത്മാവിൽ പ്രവർത്തിക്കുന്നതിനുള്ള ഇടം തരികയാ. നീ ആരാധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ സ്തുതിക്കുമ്പോൾ, നീ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് നമ്മൾ പറയാണ്, ആരാധന കർത്താവിന് ആത്മാവിൽ പ്രവർത്തിക്കുന്നുള്ളൊരു ഇടം തരികയാണ്. പ്രിയപ്പെട്ടവനെ, ആരാധിക്കുമ്പോൾ കർത്താവിന് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കാൻ ഒരു ഇടം കൊടുക്കുക. നമ്മൾ കുടുംബം ഒന്നു ചേർന്ന് ആരാധിക്കുമ്പോൾ, ഈ ഓൺലൈൻ ശുശ്രൂഷയിലൂടെ ആണെങ്കിലും നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആത്മാവ് അവിടെ പ്രവർത്തിക്കും. രോഗികളുടെ മേൽ, തളർന്നു പോയിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കും. അത് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയുടെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. കരങ്ങളടിച്ച് തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം വചനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തളരരുതേ മനമേ, ആകുലമോ അരുതേ. ഒരുപാട് പേരെ ഈ സമയം ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ദിവ്യകാരുണ്യത്തിൽ ശക്തി കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കരങ്ങളടിച്ച് ഈശോയെ ആരാധിച്ച് ദൈവമായ കർത്താവ് പറയുന്നതാണ്, ആരാധന കർത്താവിന് ആത്മാവിൽ പ്രവർത്തിക്കാനുള്ളൊരു ഇടം കൊടുക്കുകയാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങും. പതുക്കെ പതുക്കെ നമ്മുടെ ഭയം മാറും. കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസം കർത്താവ് നമുക്ക് വളരും. തളരാതെ, തകർന്നു പോകാതെ, ആകുലനാകാതെ മുന്നോട്ട് പോകാൻ ഈ ആരാധന നമ്മെ സഹായിക്കും. നമുക്ക് ഈശോയെ ആരാധിക്കാം, ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിൻ്റെ മുന്നിൽ നീ പതറുവതോ മനമേ. ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും.
ചെങ്കടൽ മീതെ കൈനീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും. വഴികൾ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഒരുമിച്ച് ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആവർത്തിച്ച് ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക. ഇരുകരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി വിളിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ദിവ്യകാരുണ്യനാഥൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് തൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും ഈ ദിവസം മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാ മക്കളോടും പറയുകയാണ്, തങ്ങളുടെ വ്യക്തിത്വ വിശേഷതകൾ കൊണ്ടും സ്വഭാവം കൊണ്ടും എപ്പോഴും പ്രവർത്തിക്കുന്നവരും അടങ്ങിയിരിക്കാൻ പറ്റാത്തവരും ആകുലരായിരിക്കുന്നവരും വിവിധങ്ങളായ അസ്വസ്ഥതകളിൽ പെടുന്നവരും ഒരു കാര്യം ദൈവമായ കർത്താവ് ഏൽപ്പിക്കുമ്പോൾ, ഒരുപക്ഷെ അധികാരികൾ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, ചില കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ, വലിയ അസ്വസ്ഥതകൾ നേരിടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിവിധിയാണ് നീ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് തരാൻ പോകുന്നത്. നീ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തയ്യാറാകുമ്പോൾ, നിൻ്റെ അയോഗ്യതകളും കുറവുകളും ബലഹീനതകളും എല്ലാം നിനക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഗിദെയോനും അത് തന്നെയാണ് ദൂതനോട് പറഞ്ഞത്. എനിക്കതിനുള്ള കഴിവോ ശക്തിയോ ഒന്നുമില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു സ്വരം ഈ ആരാധനയുടെ സമയങ്ങളിൽ നമ്മുടെ ചെവികളിൽ ആറ്റൊല്ലിക്കൊള്ളട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം നിറയട്ടെ. നമുക്ക് ഈശോയെ ആരാധിക്കാം. എൻ്റെ പ്രതിസന്ധികൾ, ഞാൻ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ നൽകുന്ന ചില പ്രയാസങ്ങൾ അതിൻ്റെ കർത്താവ് കൂടെ നിന്നുകൊണ്ടത് മാറ്റിത്തരും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകൾ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ മതി. ആ വിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച്, ആ ധൈര്യം എന്നിൽ നിറയ്ക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ സന്നിധിയിൽ മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദ്യോവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം കർത്താവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. ഇന്നത്തെ വിശുദ്ധ ബലി അനുസരണത്തിനുള്ള കൃപ ലഭിക്കുന്നതിനായി സമർപ്പിക്കാം. സുകൃത ജപം. ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.